നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കേരളം ഇനി VD സതീശൻ നയിക്കും. മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. മുഖ്യമന്ത്രി പദം ദൈവനിയോഗമെന്ന് VD സതീശൻ. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശനെ ഹൈക്കമാൻഡ് പരിഗണിച്ചത് ജനവികാരവും ഘടകകക്ഷികളുടെ നിലപാടും. പുതിയ മുഖ്യമന്ത്രിക്ക് നേരിടാൻ വെല്ലുവിളികൾ ഏറെ. VD സതീശനെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്തതോടെ ജില്ലാ വ്യാപകമായി ആഹ്ലാദ പ്രകടനങ്ങൾ. പ്രതീക്ഷിച്ച തീരുമാനമെന്ന് കോൺഗ്രസ് നേതാക്കൾ. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകും. തീരുമാനം CPM സംസ്ഥാന സമിതി യോഗത്തിൽ. SSLC പരീക്ഷാഫലം വെള്ളിയാഴ്ച പ്രഖ്യാപിക്കും. ഹയർ സെക്കൻഡറി പരീക്ഷാഫല പ്രഖ്യാപനം ഈ മാസം 26-ലേക്ക് മാറ്റി. GST തൃശൂർ ജോയിന്റ് കമ്മീഷണർ AV സുരേഷിനെ NGO യൂണിയൻ പ്രവർത്തകർ മണിക്കൂറുകളോളം ഉപരോധിച്ചു. ജീവനക്കാരെ അന്യായമായി സ്ഥലം മാറ്റിയതിൽ പ്രതിഷേധിച്ചായിരുന്നു ഉപരോധം. അതിരപ്പള്ളിയിലെ വിനോദസഞ്ചാര മേഖലയിൽ പിന്നിട്ട സാമ്പത്തിക വർഷം 2.81 കോടിയുടെ അധിക വരുമാനം. നേട്ടം കൈവരിച്ചത് വന്യമൃഗ ഭീഷണിയും അടിസ്ഥാന സൗകര്യമില്ലായ്മയും തരണം ചെയ്ത്. വാർത്തകൾ വിശദമായി. VD സതീശനെ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചു. ഡൽഹിയിൽ AICC വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലായിരുന്നു പ്രഖ്യാപനം. AICC നിരീക്ഷകരായ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്, അജയ് മാക്കൻ, കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി എന്നിവരാണ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF നേടിയ വൻ വിജയത്തിന് പിന്നാലെ മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച് നടന്ന ചർച്ചകൾക്കും തർക്കങ്ങൾക്കും ഒടുവിലാണ് ഹൈക്കമാൻഡിന്റെ അന്തിമ തീരുമാനം. മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് തിങ്കളാഴ്ച രാവിലെ 10-ന് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കും. മുഖ്യമന്ത്രി പദം ദൈവിക നിയോഗമെന്ന് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. പാർട്ടി ഏൽപ്പിച്ചത് വലിയ ഉത്തരവാദിത്വമാണ്. എല്ലാവരുമായി കൂടിയാലോചിച്ച ശേഷമായിരിക്കും മന്ത്രിമാരെ തീരുമാനിക്കുക. എല്ലാവർക്കും നന്ദിയെന്നും സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് പിന്നാലെ ഹൈക്കമാൻഡിന് വിയോജിപ്പ് അറിയിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. സീനിയോറിറ്റി പരിഗണിക്കപ്പെട്ടില്ലെന്നും അച്ചടക്കം പാലിച്ചിട്ടും അവഗണന എന്നും രമേശ് ചെന്നിത്തല അറിയിച്ചു. നിയമസഭാ കക്ഷിയോഗത്തിൽ പങ്കെടുക്കില്ലെന്ന് അറിയിച്ച ചെന്നിത്തല മന്ത്രിസഭയിൽ ചേരില്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. നാളെ മലയാള മാസം 1-ാം തീയതിയായതിനാൽ ദർശനത്തിനായി രമേശ് ചെന്നിത്തല വൈകിട്ട് ഗുരുവായൂരിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. മുഖ്യമന്ത്രിയിൽ തീരുമാനമായതോടെ KSRTCയിൽ സൗജന്യ യാത്രയിൽ പ്രതീക്ഷയർപ്പിച്ച് കാത്തിരിക്കുകയാണ് സ്ത്രീകൾ. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് UDF ഇന്ദിരാ ഗ്യാരണ്ടികളിലൊന്നായി സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര പ്രഖ്യാപിച്ചത്. ചരിത്ര വിജയം നേടി UDF അധികാരത്തിലുമെത്തി. മുഖ്യമന്ത്രിയായി VD സതീശൻ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞയും ചെയ്യും. പിന്നാലെ ചേരുന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ സ്ത്രീകളുടെ സൗജന്യ യാത്ര സംബന്ധിച്ച ഉത്തരവുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം ഇതിന്റെ ആദ്യപടി എന്ന നിലയിൽ KSRTC ബസ്സിൽ ദിവസേന യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണം കണക്കാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ ജെൻഡർ ടിക്കറ്റിംഗ് സമ്പ്രദായം നിർത്തിവെച്ചു. കഴിഞ്ഞ ശനിയാഴ്ച മുതലാണ് യാത്രക്കാർ എടുക്കുന്ന ടിക്കറ്റിൽ സ്ത്രീകൾ, പുരുഷന്മാർ, കുട്ടികൾ, ട്രാൻസ്ജെൻഡർ എന്നിങ്ങനെ തരംതിരിച്ച് രേഖപ്പെടുത്തി തുടങ്ങിയത്. എന്നാൽ ഇതിലെ അശാസ്ത്രീയതയും മറ്റും ചൂണ്ടിക്കാണിക്കപ്പെട്ടതോടെ 2-ാം നാൾ തന്നെ കണക്കെടുപ്പ് അവസാനിപ്പിച്ചു. സൗജന്യ യാത്ര ആകുന്നതോടെ ഇനി മുതൽ കൂടുതൽ സ്ത്രീകൾ KSRTCയിൽ യാത്ര ചെയ്യാനും സാധ്യതയുണ്ട്. കൂടാതെ AC, സൂപ്പർ ക്ലാസ് സർവീസുകളിൽ ഉൾപ്പെടെയാണോ സൗജന്യ യാത്ര എന്നത് സംബന്ധിച്ച കാര്യങ്ങളിൽ അടക്കം വ്യക്തതയും തീരുമാനവും വരേണ്ടതുണ്ട്. അതിനാൽ നിലവിൽ വരുന്ന മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾക്ക് ശേഷം മതി ഇത് സംബന്ധിച്ച നടപടികളെന്നാണ് KSRTCയുടെ നിലപാട്. TCV, തൃശൂർ. 10 ദിവസത്തിലേറെ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് VD സതീശനെ മുഖ്യമന്ത്രിയായി കോൺഗ്രസ് നേതൃത്വം പ്രഖ്യാപിച്ചത്. MLA-മാരുടെ പിന്തുണ മാത്രം പരിഗണിക്കാതെ കേരളത്തിൽ ഉയർന്ന ജനവികാരവും ഘടകകക്ഷികളുടെ നിലപാടും കണക്കിലെടുത്താണ് അവസാന തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തിയത്. VD സതീശനിലേക്ക് തീരുമാനമെത്തിയതോടെ KC വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തലയെയും ഇക്കാര്യം ബോധ്യപ്പെടുത്തുകയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ദൗത്യം. ആദ്യം KCയെ വസതിയിലേക്ക് വിളിപ്പിച്ച് രാഹുൽ കാര്യങ്ങൾ നേരിട്ടറിയിച്ചു. രമേശ് ചെന്നിത്തലയുമായി ഫോണിലും സംസാരിച്ചു. തുടർന്ന് AICC ഔദ്യോഗികമായി വാർത്താസമ്മേളനം വിളിച്ച് ആ സുപ്രധാന പ്രഖ്യാപനം നടത്തി. തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 3-ാം ദിവസം തുടങ്ങിയ മാരത്തോൺ ചർച്ചകൾക്ക് ഇതോടെ വിരാമം.
ആദ്യം AICC നിരീക്ഷകരുടെ സാന്നിധ്യത്തിൽ കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം ചേർന്നാണ് മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്ന നടപടികൾക്ക് തുടക്കമിട്ടത്. നിരീക്ഷകരായ മുകുൾ വാസ്നിക്കും അജയ് മാക്കനും MLA-മാരെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കണ്ടും അഭിപ്രായങ്ങൾ തേടി. 9-ാം തീയതി 3 നേതാക്കളെയും ഡൽഹിക്ക് വിളിപ്പിച്ചു. ഇതിനിടയിൽ കേരളത്തിൽ ഫ്ലക്സ് യുദ്ധം മുറുകി. സതീശിനു വേണ്ടി തെരുവിൽ പ്രകടനങ്ങൾ നടന്നു. സമൂഹ മാധ്യമങ്ങളിലും പോർവിളിയായി. മുൻ KPCC അധ്യക്ഷന്മാരെയും നിലവിലെ KPCC വർക്കിംഗ് പ്രസിഡന്റുമാരെയും ഡൽഹിക്ക് വിളിപ്പിച്ച് ഹൈക്കമാൻഡ് ചർച്ച നടത്തി. മുതിർന്ന നേതാവ് AK ആന്റണിയുമായും ഘടകകക്ഷി നേതാക്കളുമായും സംസാരിച്ചു. ഒടുവിൽ 13-ന് വൈകിട്ട് രാഹുൽ ഗാന്ധി ഖർഗെ കൂടിക്കാഴ്ചയിലാണ് VD സതീശനെ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാനുള്ള നിർണായക തീരുമാനമുണ്ടായത്. ന്യൂസ് ഡെസ്ക് TCV. കേരള രാഷ്ട്രീയം പുതിയൊരു ദിശയിലേക്ക് കൈച്ചൂണ്ടി നിൽക്കുമ്പോഴാണ് VD സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദമേറുന്നത്. പൂവിരിച്ച പാതയല്ല മുന്നിലുള്ളത്. കല്ലും മുള്ളും നിറഞ്ഞ വഴിത്താരകളെ ആത്മവിശ്വാസവും കഠിനാധ്വാനവും കൊണ്ട് മറികടക്കുകയാണ് VD സതീശന് മുന്നിലുള്ള ദൗത്യം. കാലം പരുവപ്പെടുത്തിയെടുത്ത ഒരു രാഷ്ട്രീയ നേതാവാണ് VD സതീശൻ. കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾക്കൊപ്പം ചുവട് വയ്ക്കുന്നു എന്നത് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതയും. കോൺഗ്രസിന്റെ ജനാധിപത്യ അടിത്തറയിൽ നിന്ന് വെള്ളവും വളവും വലിച്ചെടുത്താണ് സതീശൻ വളർന്നത്. പാർട്ടിയുടെ മൂല്യങ്ങളിൽ എന്നും അടിയുറച്ചു തന്നെ നിന്നു. പക്ഷേ അപ്പോഴും സ്വന്തമായ നിരീക്ഷണങ്ങളും അഭിപ്രായങ്ങളും അദ്ദേഹത്തിനുണ്ട്. പരിസ്ഥിതി വിഷയങ്ങളിലെ പാറ പോലെ ഉറച്ച നിലപാടുകളിൽ ഒരിക്കലും പായൽ പുരണ്ടിട്ടില്ല. സാമ്പത്തിക തത്വശാസ്ത്രങ്ങളിലെ ആഴത്തിലുള്ള അറിവ് സതീശനിലെ രാഷ്ട്രീയക്കാരനെ വേറിട്ട് നിർത്തുന്നു. നിയമസഭയിലെ പ്രസംഗങ്ങൾ വിഷയങ്ങളുടെ ആഴങ്ങളിലേക്കുള്ള ഒരു വാക്ക് യാത്രയാണ്. സഭാ ചട്ടങ്ങളും റൂളുകളും സംബന്ധിച്ച് ഈ നിയമസഭാ സാമാജികനുള്ള അറിവിന് ആഴവും പരപ്പുമേറെ. എറണാകുളം ജില്ലയിലെ നെട്ടൂരിൽ വടശ്ശേരി ദാമോദരമേനോന്റെയും വിലാസിനി അമ്മയുടെയും മകനായി ജനനം. നെട്ടൂർ SV-UP സ്കൂൾ, പനങ്ങാട് ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് സ്കൂൾ വിദ്യാഭ്യാസം. തേവര സേക്രഡ് ഹാർട്ട് കോളേജ്, ലോ കോളേജ് എന്നിവിടങ്ങളിൽ ഉപരിപഠനം. വിദ്യാർത്ഥി ജീവിതകാലത്തു തന്നെ സജീവ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയിരുന്നു. KSUവിന്റെ സർഗ സമരപാതകളിൽ സതീശൻ നിറസാന്നിധ്യമായി. തേവര കോളേജിൽ നിന്ന് ആർട്സ് ക്ലബ് സെക്രട്ടറിയായി വിജയിച്ചു. പിന്നീട് MG, കേരള യൂണിവേഴ്സിറ്റികളിൽ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1986-87 MG സർവകലാശാല യൂണിയൻ ചെയർമാനായി. NSU ദേശീയ സെക്രട്ടറിയായും തിളങ്ങി. യുവജന സംഘടനാ രംഗത്ത് നിറഞ്ഞു നിൽക്കുമ്പോഴാണ് 1996 ഇടതുകോട്ടയായിരുന്ന പറവൂരിൽ തിരഞ്ഞെടുപ്പ് അംഗത്തിന് നിയോഗിക്കപ്പെടുന്നത്. തുടർച്ചയായി 2 വട്ടം ജയിച്ച CPIയുടെ P രാജുവിനോട് 1216 വോട്ടുകൾക്ക് തോൽവി. പരാജയപ്പെട്ടിട്ടും ജനങ്ങളെ പിരിയാതെ ആ യുവ നേതാവ് മണ്ഡല മനസ്സിനോട് ചേർന്നു നിന്നു. ആ കരുതലിനെ പറവൂരുകാർ കൈവിട്ടില്ല. 2001 P രാജുവിനെ തന്നെ 7434 വോട്ടുകൾക്ക് തോൽപ്പിച്ച് സതീശൻ ആദ്യമായി നിയമസഭയുടെ പടി കയറി. പിന്നീടൊരിക്കലും പറവൂർ VDയെയും VD പറവൂരിനെയും കൈവിട്ടിട്ടില്ല. 2001 മുതൽ കേരളീയ പൊതുസമൂഹത്തിൽ സ്വന്തമായൊരിടം VD സതീശൻ കാത്തുസൂക്ഷിച്ചു. ലോട്ടറി വിവാദത്തിൽ നടത്തിയ ഇടപെടലോടെയാണ് VD സതീശൻ സംസ്ഥാന തലത്തിൽ ശ്രദ്ധ നേടുന്നത്. ഇടത് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയ സംഭവത്തിൽ ധനമന്ത്രി തോമസ് ഐസക്കുമായി VD നേർക്കുനേർ കൊമ്പുകോർത്തു. തിരുവനന്തപുരം പ്രസ് ക്ലബിൽ നടന്ന ആ ആശയ പോരാട്ടം സമാനതകളില്ലാത്തതായിരുന്നു. കഴിഞ്ഞ 5 വർഷവും പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ കേരളീയ പൊതുരംഗത്ത് സതീശൻ നിറഞ്ഞു നിന്നു. സഭയ്ക്കകത്ത് മാത്രമല്ല പുറത്തും VD സതീശൻ പൊതുപ്രവർത്തകർക്കുള്ള പാഠപുസ്തകമാണ്. 2.5 പതിറ്റാണ്ടായി പറവൂരിന്റെ സുഖദുഃഖങ്ങളിൽ ഈ ജനകീയ MLA ഉണ്ട്. പ്രളയം വിഴുങ്ങിയ നാടിനെ ചേർത്ത് പിടിക്കുകയായിരുന്നു പറവൂരുകാരുടെ സ്വന്തം VD. സർക്കാർ സംവിധാനങ്ങളുടെ ചുവപ്പുനാടകൾ അഴിയാൻ കാലതാമസമുണ്ടായപ്പോൾ ഒട്ടേറെ സുമനസ്സുകളുടെ സഹായത്തോടെ സതീശൻ അതിജീവന തോണിയുടെ അമരം നിയന്ത്രിച്ചു. എല്ലാം നഷ്ടപ്പെട്ടവർക്ക് മുന്നോട്ടുള്ള ജീവിത വഴികളിൽ പുനർജനിയുടെ വഴിവിളക്കുമായി മുന്നേ നടക്കുകയായിരുന്നു ഈ ജനപ്രതിനിധി. ഒടുവിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദം VD സതീശനെ തേടിയെത്തുമ്പോൾ കാലവും ചരിത്രവും സാക്ഷി. ന്യൂസ് ഡെസ്ക് TCV. VD സതീശൻ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ജില്ലാ കോൺഗ്രസ് ആസ്ഥാനത്തും ആഹ്ലാദം. പ്രതീക്ഷിച്ച തീരുമാനമെന്ന് കോൺഗ്രസ് നേതാക്കൾ. ഏതാനും ദിവസത്തെ കാത്തിരിപ്പ് വേണ്ടിവന്നെങ്കിലും ഒടുവിൽ ആഹ്ലാദം. DCC ആസ്ഥാനത്തും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആസ്ഥാനത്തും ആഹ്ലാദം. പ്രതീക്ഷിച്ച തീരുമാനം തന്നെയായിരുന്നു. തീർച്ചയായിട്ടും ജനകീയ നേതാവ്, ബഹുമാനായ പ്രതിപക്ഷ നേതാവ് VD സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തീർച്ചയായും കേരള ജനത ആഗ്രഹിച്ച ഒരു തീരുമാനമാണത്. കഴിഞ്ഞ 5 വർഷക്കാലം UDF മുന്നണിയെയും കോൺഗ്രസിനെയും സജീവമാക്കി നിർത്തി ജനപിന്തുണ ആർജിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞ പ്രകാരം 100+ എന്ന സീറ്റിലേക്ക് UDF സംവിധാനത്തെ ഉയർത്തിയത്. അല്പം നേരത്തെ ആകാമായിരുന്നു തീരുമാനം അല്ലേ? തീർച്ചയായിട്ടും ഒരു സംശയമില്ല. ഇലക്ഷൻ കഴിഞ്ഞ വഴിക്ക് തന്നെ ഇതിലൊരു തീരുമാനം എടുക്കായിരുന്നു. അത് തീരുമാനം എടുക്കാത്തതിൽ ഇവിടെ ജനങ്ങളുടെ ഇടയിലും പാർട്ടി പ്രവർത്തകർക്ക് വലിയ വിഷമം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിച്ച ഒരു മുഖ്യമന്ത്രി. ആദ്യമായിട്ടാണ് കേരളത്തിലെ വോട്ടർമാരും ജനങ്ങളും ഒരു മുഖ്യമന്ത്രിയുടെ പേര് പറയുന്നത്.
അതിൽ വി ഡി സതീശന് വലിയ വിജയമാണ്. അദ്ദേഹം വന്നതിൽ കേരളത്തിലെ UDFകാരും കോൺഗ്രസ്സുകാരും എല്ലാവരും വലിയധികം സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ജനങ്ങളുടെ സന്തോഷമാണ് ഏറ്റവും വലിയ സന്തോഷമുള്ളത്. ജനങ്ങളുടെ ഒരു തീരുമാനം പ്രകാരം ഒരു മുഖ്യമന്ത്രി, കോൺഗ്രസിൽ അങ്ങനെയൊന്നും ഒരു പതിവില്ലാത്താണ്. ഇനി KV ദാസൻ മുതിർന്ന കോൺഗ്രസ് നേതാവാണ്, VD സതീശനുമായി ഏറെ അടുപ്പമുള്ള വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് അത് നല്ല ബന്ധം തന്നെയാണ്, അതിന് യാതൊരു തർക്കമൊന്നുമില്ല. പക്ഷേ ഇന്ന് കേരളത്തിലെ കുട്ടികൾ മുതൽ വാർദ്ധക്യത്തിലുള്ള ആളുകൾ വരെ ആഗ്രഹിച്ച ഒരു സംഭവമാണ് ഇന്ന് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഇന്ന് പ്രഖ്യാപിച്ചത്. കേരളത്തിലെ എല്ലാ ജനങ്ങളും വളരെ സന്തോഷത്തിലാണ് എന്നറിയാം. നമുക്ക് നല്ലൊരു മുഖ്യമന്ത്രിയെ കിട്ടി. നല്ല കേരളത്തിന് വേണ്ടി നിലപാടുള്ള രാജകുമാരനാണ് ഇന്ന് മുതൽ കേരളത്തിന് മുഖ്യമന്ത്രി. എല്ലാവിധ ആശംസകളും അദ്ദേഹത്തിന്. ഈ വ്യക്തിപരമായിട്ടുള്ള ഒരു VD സതീശനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എങ്ങനെ രവി താണിക്കിൽ? VD സതീശൻ എന്ന് പറഞ്ഞാൽ നേരത്തെ KV ദാസൻ പറഞ്ഞ പോലെ കൃത്യമായ നിലപാടുകൾ പ്രഖ്യാപിക്കുന്ന ഒരു നേതാവ്. അദ്ദേഹത്തിന് തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ഇന്ന് കിട്ടിയത് കേരള ജനതയ്ക്ക്, നേരത്തെ നേതാക്കന്മാർ പറഞ്ഞ പോലെ ജനത ആഗ്രഹിച്ച ഒരു മുഖ്യമന്ത്രി, നിലപാടുകളുള്ള ഒരു മുഖ്യമന്ത്രി, അങ്ങനെ ഒരു വളരെ ശക്തമായ ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ് ഇന്ന് കേരളത്തിന് കിട്ടിയിട്ടുള്ള. അതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനമുണ്ട്. നിരവധി പേരുണ്ട്, എല്ലാവരിലേക്കും പോകാനുള്ള സമയമില്ല. അതുകൊണ്ടാണ് എന്തായാലും DCC ആസ്ഥാനത്ത് ആഹ്ലാദമാണ്. ഏതാനും ദിവസം കാത്തിരിപ്പ് വേണ്ടി വന്നുവെങ്കിലും ഒടുവിൽ മുഖ്യമന്ത്രിയായിരിക്കുന്നു. ഇവരെല്ലാവരും പറയുന്ന പോലെ തന്നെ ഇവർ പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു മുഖ്യമന്ത്രി തന്നെ എന്ന് തന്നെ പറയുന്നു. TCVക്ക് വേണ്ടി ക്യാമറമാൻ റോയിയോടൊപ്പം മുകേഷ് ലാൽ. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. Discover la Vraico there, la crème de la fraîcheur. French Diary Ice Creams, a taste factory. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ Golden Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ഹായ്, ഫിലിപ്സിൽ ഇപ്പോൾ സമ്മർ സ്പെഷ്യൽ ഓഫർ. ഫിലിപ്സിൽ വന്ന് ഏത് ഹെയർ സ്പാ ചെയ്താലും ഡീറ്റാൻ പാക്ക് ഫ്രീ. കൂടാതെ പെഡിക്യൂർ വിത്ത് മാനിക്യൂർ ചെയ്താലും ഡീറ്റാൻ പാക്ക് ഫ്രീ ആണ്. അത് മാത്രമല്ല, ഫിലിപ്സിൽ സ്കിന്നിനും ഹെയറിനും വേറെയും ഓഫറുകളുണ്ട്. ഈ സമ്മറിൽ നിങ്ങളുടെ സ്കിന്നിന് കൂടുതൽ കെയർ നൽകും ഫിലിപ്സിൽ നിന്ന്. Tulips, every beauty solution under a single umbrella. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG Golden Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വാർത്തകളിലേക്ക് വീണ്ടും. നിയുക്ത മുഖ്യമന്ത്രി VD സതീശനെ അഭിവാദ്യമർപ്പിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ നഗരത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള നിരവധി പ്രവർത്തകരും നേതാക്കളും VD സതീശനെ അഭിവാദ്യമർപ്പിച്ച് ആഹ്ലാദ പ്രകടനത്തിൽ അണിചേർന്നു. KPCC ജനറൽ സെക്രട്ടറി KV ദാസൻ, DCC വൈസ് പ്രസിഡന്റ് രാജേന്ദ്രൻ അരങ്ങത്ത്, ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് A പ്രസാദ്, ഷാജി ജെ കോടങ്കണ്ടത്ത്, സജീവൻ കുരിയച്ചിറ, ML ബേബി, ഫ്രാൻസിസ് ചാലിശ്ശേരി, രവി താണിക്കൽ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. VD സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് ചാലക്കുടിയിലെ കോൺഗ്രസ് നേതാക്കൾ. സൗത്ത് ജംഗ്ഷനിൽ പടക്കം പൊട്ടിച്ചും നിയുക്ത മുഖ്യമന്ത്രിക്ക് അഭിവാദ്യം അർപ്പിച്ചും പ്രവർത്തകർക്കൊപ്പം അവർ ആഹ്ലാദം പങ്കുവച്ചു.
ചാലക്കുടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വി ഒ പൈലപ്പൻ, ചാലക്കുടി നഗരസഭാ പാർലമെന്ററി പാർട്ടി ലീഡർ ഷിബു വാലപ്പൻ എന്നിവർ നേതൃത്വം നൽകി. മുഖ്യമന്ത്രിയായി വി ഡി സതീശനെ പ്രഖ്യാപിച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ചാവക്കാട് നഗരത്തിൽ പ്രകടനം നടത്തി. മണ്ഡലം പ്രസിഡന്റ് കെ വി ഷാനവാസ്, അനീഷ് പാലയൂർ, കെ വി സത്താർ, വി മുഹമ്മദ് ഗൈസ്, പി ടി ഷൌക്കത്ത് അലി തുടങ്ങിയവർ നേതൃത്വം നൽകി. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന് അഭിവാദ്യമർപ്പിച്ച് UDF പ്രവർത്തകർ കയ്പമംഗലത്ത് ആഹ്ലാദ പ്രകടനം നടത്തി. മൂന്നുപീടികയിൽ നടത്തിയ പ്രകടനത്തിന് മണി കാവുങ്ങൽ, PS ഷാഹിർ, സുരേഷ് കൊച്ചുവീട്ടിൽ, PA അനസ്, KK സഖരിയ, PK നജ്മുദ്ദീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകും. CPM സംസ്ഥാന സമിതി യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായത്. 35 അംഗങ്ങൾ മാത്രമുള്ള പ്രതിപക്ഷ നിരയിൽ ശക്തമായ നേതൃത്വമുണ്ടാകണമെന്ന തീരുമാനത്തെ തുടർന്നാണ് പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി നിശ്ചയിച്ചത്. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകുന്നത് ഇതാദ്യമാണ്. കഴിഞ്ഞ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റെടുക്കുമ്പോൾ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകുന്നു എന്ന സവിശേഷതയ്ക്കാണ് 16ാം കേരള നിയമസഭ സാക്ഷ്യം വഹിക്കുക. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനാണ് LDFനെ നയിച്ചത്. മൂന്നാമതും അധികാരത്തിലെത്തുമെന്ന ആത്മവിശ്വാസത്തിലായിരുന്നുവെങ്കിലും വലിയ തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത്. SSLC പരീക്ഷാഫലം വെള്ളിയാഴ്ച പ്രഖ്യാപിക്കും. വൈകിട്ട് 3 മണിക്കാണ് ഫലപ്രഖ്യാപനം. കഴിഞ്ഞ ദിവസം പരീക്ഷാ ബോർഡ് യോഗം ചേർന്ന് അന്തിമമായി ഫലം വിലയിരുത്തിയിരുന്നു. ഇതിനുശേഷമാണ് ഫലപ്രഖ്യാപനം. ഈ മാസം 15-ന് തന്നെ നടത്തുമെന്ന് അധികൃതർ വ്യക്തമാക്കിയിരുന്നു. ഫലം പ്രഖ്യാപിക്കുന്നത് ചീഫ് സെക്രട്ടറി അനുമതി നൽകിയിട്ടുണ്ട്. സാധാരണ നിലയിൽ വിദ്യാഭ്യാസ മന്ത്രിയാണ് ഫലം പ്രഖ്യാപിക്കാറുള്ളത്. പുതിയ മന്ത്രിസഭ അധികാരമേറ്റെടുക്കാത്ത സാഹചര്യത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും പ്രിൻസിപ്പൽ സെക്രട്ടറിയും ചേർന്നാണ് ഫലപ്രഖ്യാപനം നടത്തുക. നമ്മുടെ കേരളം ആപ്പ് വഴി ഫലം പരിശോധിക്കാം. ഇത്തവണ സംസ്ഥാനത്ത് 4,17,497 കുട്ടികളാണ് 10ാം ക്ലാസ് പരീക്ഷ എഴുതിയത്. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലപ്രഖ്യാപന തീയതിയിൽ മാറ്റം. ഫലപ്രഖ്യാപനം ഈ മാസം 26-ന് ആയിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. മെയ് 22-ന് പ്രഖ്യാപിക്കുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചത്. സോഫ്റ്റ്വെയറിലെ പ്രശ്നം മൂലം മാർക്ക് എൻട്രി ചെയ്യാൻ കാലതാമസമുണ്ടാകുന്നുവെന്നും അതിനാലാണ് ഫലപ്രഖ്യാപന തീയതി മാറ്റിയത് എന്നും അധികൃതർ പറഞ്ഞു. തൃശൂർ GST ജോയിന്റ് കമ്മീഷണറെ ഉപരോധിച്ച് NGO യൂണിയൻ പ്രവർത്തകർ. യൂണിയൻ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ അന്യായമായി സ്ഥലം മാറ്റിയെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. പൂത്തോൾ GST ഓഫീസിലെ ജോയിന്റ് കമ്മീഷണർ AV സുരേഷിനെയാണ് NGO യൂണിയന്റെ നേതൃത്വത്തിൽ ജീവനക്കാർ ഉപരോധിച്ചത്. GST വകുപ്പിലെ ജീവനക്കാരും NGO യൂണിയൻ നേതാക്കളുമായ 3 പേരെ അന്യായമായി സ്ഥലം മാറ്റിയെന്നാരോപിച്ചായിരുന്നു ഉപരോധം. യൂണിയൻ ജില്ലാ ട്രഷറർ P രാജേഷ്, ജില്ലാ കൗൺസിൽ അംഗം ബിനീഷ് ചാക്കോ, ഏരിയ സെക്രട്ടറി ഗോപകുമാർ എന്നിവരെയാണ് സ്ഥലം മാറ്റിക്കൊണ്ട് ഉത്തരവിറക്കിയത്. മറ്റ് 2 പേരെ ഇരിങ്ങാലക്കുടയിലേക്കുമാണ് മാറ്റിയത്. സ്ഥലം മാറ്റം ക്രമവിരുദ്ധവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്നാണ് യൂണിയന്റെ ആരോപണം. സ്ഥലം മാറ്റവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 25/2/2017 കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് നിലവിൽ വന്ന കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങളെ പൂർണ്ണമായിട്ടും കാറ്റിൽ പറത്തിക്കൊണ്ട് പ്രത്യേക രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തിക്കൊണ്ടുള്ള നടപടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ഥലം മാറ്റം ഉത്തരവ് പിൻവലിക്കണമെന്ന യൂണിയൻ ആവശ്യപ്പെട്ടു. കമ്മീഷണർ നടപടിയിൽ ഉറച്ചതോടെ ജീവനക്കാർ ഉപരോധം കടുപ്പിച്ചു. തുടർന്ന് പോലീസ് എത്തി വെസ്റ്റ് CIയുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിൽ നടപടി പുനഃപരിശോധിക്കാമെന്ന കമ്മീഷണറുടെ ഉറപ്പ് ലഭിച്ചതോടെയാണ് മണിക്കൂറുകൾ നീണ്ട സമരം പ്രതിഷേധക്കാർ അവസാനിപ്പിച്ചത്. അതേസമയം പുതിയ സർക്കാർ അധികാരമേൽക്കും മുൻപേ സംസ്ഥാന വ്യാപകമായി വിവിധ വകുപ്പുകളിലെ ജീവനക്കാരെ മാനദണ്ഡങ്ങൾ പാലിക്കാതെ അന്യായമായി സ്ഥലം മാറ്റുകയാണ്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമെന്ന് യൂണിയൻ വ്യക്തമാക്കി. പുതിയൊരു സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ, മന്ത്രിസഭ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ, മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ UDFന്റെ ഒത്താശയോടുകൂടി വ്യാപകമായിട്ടുള്ള രീതിയിൽ സർക്കാർ ഓഫീസുകളിലെ ജീവനക്കാരെ മാനദണ്ഡവിരുദ്ധമായിട്ട് സ്ഥലം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. UDF അനുകൂല സംഘടനകളുടെ താല്പര്യം മാത്രമാണ് അത് നോക്കുന്നത്. ഇതിൽ ജില്ലാ ഓഫീസർമാരെ ഉൾപ്പെടെ തന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള ക്രമവിരുദ്ധമായ സ്ഥലമാറ്റങ്ങൾ നടക്കുന്ന അതിശക്തമായ പ്രതിഷേധം സംസ്ഥാന വ്യാപകമായിട്ട് ഉയരുന്നുണ്ട്. ജില്ലയിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഉയരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ
കൂടുതൽ ജീവനക്കാരെ അണിനിരത്തിക്കൊണ്ട് സിവിൽ സർവീസിലാകെ ജീവനക്കാരെ കൂടുതൽ പങ്കെടുപ്പിച്ചുകൊണ്ട് അതിശക്തമായ പ്രതിഷേധം ഇതിന്റെ ഭാഗത്ത് ഉയർന്നു വരും. യൂണിയൻ ജില്ലാ സെക്രട്ടറി ഹരിലാൽ, ജില്ലാ പ്രസിഡന്റ് ബിജോയ്, FSCTO ജില്ലാ സെക്രട്ടറി നന്ദകുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗം RL സിന്ധു തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. TCV തൃശൂർ. അതിരപ്പള്ളിയിലെ വിനോദസഞ്ചാര മേഖലയിൽ പിന്നിട്ട സാമ്പത്തിക വർഷം 2.81 കോടിയുടെ അധിക വരുമാനം. വന്യമൃഗ ഭീഷണിയും അടിസ്ഥാന സൗകര്യമില്ലായ്മയും തരണം ചെയ്താണ് ഈ നേട്ടം കൈവരിച്ചത്. 2025-26 സാമ്പത്തിക വർഷം അവസാനിച്ചപ്പോൾ അതിരപ്പിള്ളി, വാഴച്ചാൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിന്നായി മൊത്തം 9,78,14,633 രൂപയുടെ വരുമാനമുണ്ടായി. അതിരപ്പിള്ളി വെള്ളച്ചാട്ടം മാത്രം കാണാൻ ഈ വർഷമെത്തിയ വിനോദസഞ്ചാരികളുടെ എണ്ണം 14.5 ലക്ഷമാണ്. 86 ലക്ഷം രൂപ സർക്കാരിന് റവന്യൂ വരുമാനമായി ലഭിച്ചു. അതിരപ്പിള്ളി, വാഴച്ചാൽ മേഖലയിലെ VSS പ്രവർത്തകരുടെ ശമ്പളം, ടൂറിസത്തിന്റെ അനുബന്ധ പ്രവർത്തന ചിലവ് എന്നിവയെല്ലാം EMF-ൽ നിന്നാണ് ചിലവിടുന്നത്. അതിരപ്പിള്ളി വിനോദസഞ്ചാര മേഖലയിൽ കഴിഞ്ഞ 5 വർഷമായി സർക്കാരിന്റെ കാര്യമായ ഇടപെടൽ ഉണ്ടായിട്ടില്ല. പുതിയ പദ്ധതികളൊന്നും നടപ്പാക്കിയില്ലെങ്കിലും വിനോദസഞ്ചാരത്തിൽ നിന്നും വലിയ സാമ്പത്തിക നേട്ടമാണ് കൈവരിച്ചത്. അതിരപ്പിള്ളിയിൽ വിനോദസഞ്ചാരത്തിനെത്തുന്ന ആയിരങ്ങൾ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും നട്ടം തിരിയുമ്പോഴാണ് വരുമാനത്തിലെ വൻ വർധനയെന്നത് ശ്രദ്ധേയം. TCV ന്യൂസ്, ചാലക്കുടി. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. പെട്ടെന്നൊരാവശ്യം വരുമ്പോ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ, അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കണക്ട് ആൻഡ് വിൻ. വാർത്തകളിലേക്ക് വീണ്ടും. ചാവക്കാട് തൊട്ടാപ്പ് ബദർപള്ളിക്ക് സമീപം കടലിൽ സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങിമരിച്ചു. തൊട്ടാപ്പ് ആലുങ്ങൽ ഇല്യാസ് മകൻ 14 വയസ്സുള്ള ഇജാസാണ് മരിച്ചത്. നാട്ടുകാരും കോസ്റ്റൽ പോലീസും ചേർന്നാണ് തിരച്ചിൽ നടത്തിയത്. ചാവക്കാട് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ഒരുമനയൂർ ഇസ്ലാമിക് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഇജാസ്. മണലി മടവാക്കര റോഡിൽ പട്ടാപ്പകൽ പെൺകുട്ടിക്ക് നേരെ യുവാവിന്റെ അതിക്രമം. മണലി പുഴയിൽ ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. ദേശീയപാത മണലി പാലത്തിന് സമീപം മടവാക്കരയിലേക്ക് നടന്നുപോയിരുന്ന പെൺകുട്ടിയെ അപരിചിതനായ യുവാവ് കടന്നുപിടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. വായ് പൊത്തിപ്പിടിച്ച് പൊന്തക്കാട്ടിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടെ പ്രതിയുടെ കയ്യിൽ കടിച്ച് പെൺകുട്ടി ഒച്ചവയ്ക്കുകയായിരുന്നു. കുതറിയോടിയ പെൺകുട്ടി തൊട്ടടുത്ത ചായക്കടയിലേക്കാണ് ഓടിയെത്തിയത്. ചായക്കടയിലെ സ്ത്രീ തൊഴിലാളികൾ അറിയിച്ചതിനെ തുടർന്ന് നാട്ടുകാർ ഓടിക്കൂടിയതോടെ രക്ഷപ്പെടാനായി പ്രതി മണലിപ്പുഴയിലേക്ക് ചാടി. ഉടൻ തന്നെ പാലിയക്കര സ്വദേശി കുമാർ പുഴയിലേക്ക് ചാടി പ്രതിയെ പിടികൂടുകയായിരുന്നു. ഞാൻ ആ വഴിയിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് വരുമ്പോൾ ആ പെൺകുട്ടി ബൈക്കിന്റെ ഫ്രണ്ടിൽ കൈ കാണിച്ചിട്ട് ചേട്ടാ ഒരു ചെക്കൻ എന്നെ ഉപദ്രവിക്കാനായിട്ട് ഓടി വന്ന് പിടിക്കായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വണ്ടി അപ്പനെ തിരിച്ചു പോയിട്ട് ആ ചെക്കൻ അപ്പോഴേക്കും അങ്ങോട്ട് ഓടി. എന്നിട്ട് ഞാൻ നേരെ വേഗം കയറി പോയപ്പോൾ അവൻ ആ മണലി പാലത്തിന് അവിടെ നിന്ന് അങ്ങോട്ട് ചാടി. എന്നിട്ട് ഞാനും വേറെ 2 ചേട്ടന്മാരെ വിളിച്ചിട്ട് ഞങ്ങൾ ആദ്യം ചാടാൻ നോക്കി, പറ്റിയില്ല. അപ്പോഴേക്കും അവൻ വെള്ളത്തിൽ ചാടി. എന്നിട്ട് ഞങ്ങൾ അപ്പുറത്ത് പറമ്പ് കൂടി കടന്നിട്ട് അവനെ പിടിച്ച് കൊണ്ടുവന്ന് സാർമാരെ അടുത്ത് ഏൽപ്പിച്ചു. പോലീസുകാരുണ്ടായില്ല. RDO മറ്റേ വെഹിക്കിൾ സാർമാർ അവര് റണ്ണിങ്ങിൽ വരുമായിരുന്നു. ഞങ്ങൾ അവരെ വൈകിട്ട് കൈ കാണിച്ച് അവരെ അടുത്ത് ഞങ്ങൾ ഏൽപ്പിച്ചു. പിന്നീട് പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. ഇയാൾ കർണാടക സ്വദേശിയാണെന്നും മാനസിക വിഭ്രാന്തിയുള്ളതുപോലെയാണ് പ്രതിയുടെ പെരുമാറ്റമെന്നും പോലീസ് പറഞ്ഞു.
കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ 7ാമത് ജില്ലാ സമ്മേളനം തൃശൂരിൽ നടന്നു. തൃശൂർ റീജിയണൽ തിയേറ്ററിൽ നടന്ന സമ്മേളനം മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് KM ആന്റണി അധ്യക്ഷത വഹിച്ചു. കേരള പോലീസ് മുൻ ഡയറക്ടർ ജനറൽ MGA രാമൻ മുഖ്യാതിഥിയായിരുന്നു. സംസ്ഥാന പ്രസിഡന്റ് PK ലംബോദരൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി. തൃശൂർ സിറ്റി അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് PV ബേബി മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു. ജില്ലാ സെക്രട്ടറി ജോസ് പീറ്റർ, സംസ്ഥാന ജനറൽ സെക്രട്ടറി ബാലകൃഷ്ണൻ കല്ലറ, VV ശശികുമാർ, VJ രാമചന്ദ്രൻ, P രാജു തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയപാതയിൽ പുഴയ്ക്കു കുറുകെ തൃശൂർ ദിശയിലേക്ക് ചാലക്കുടി പാലം അടച്ചിട്ട് നടത്തുന്ന അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുന്നു. ബെയറിംഗ് മാറ്റുന്ന ജോലികളാണ് നടത്തുന്നത്. എറണാകുളം ദിശയിലേക്ക് വാഹനങ്ങൾ വരുന്ന പാലത്തിലൂടെയാണ് ഇരുദിശകളിലേക്കും വാഹനങ്ങൾ കടത്തിവിടുന്നത്. 9-ന് പാലം അടച്ചതോടെ മേഖലയിലെ ഇരുദിശകളിലേക്കും ഗതാഗത കുരുക്ക് രൂപപ്പെട്ടിരുന്നു. അറ്റകുറ്റപ്പണികൾ നടത്തുന്ന പാലത്തിലൂടെ ഒറ്റവരിയായി വാഹനങ്ങൾ കടത്തിവിടുന്നതിനാൽ കുരുക്കിന് നേരിയ ആശ്വാസമായി. 28-ന് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി പാലം പൂർണ്ണമായും ഗതാഗതത്തിന് തുറന്നുകൊടുക്കുമെന്ന് അധികൃതർ അറിയിച്ചു. അനധികൃത മണ്ണെടുപ്പ് മൂലം തകർച്ചാ ഭീഷണി നേരിടുന്ന കുരിയച്ചിറ ഇറിഗേഷൻ പുറമ്പോക്കിലെ വാസയോഗ്യമല്ലാത്ത വീടുകൾ അറ്റകുറ്റപ്പണി നടത്തി കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്നത് വഞ്ചനയാണെന്ന് BJP ഒല്ലൂർ മണ്ഡലം കമ്മിറ്റി വിലയിരുത്തി. 8 വീടുകൾ പുനർനിർമ്മിക്കണമെന്നും മറ്റു വീടുകൾ ശരിയായ അറ്റകുറ്റപ്പണികൾ നടത്തി കൈമാറണമെന്നും BJP ആവശ്യപ്പെട്ടു. പാവപ്പെട്ടവരുടെ അരക്ഷിതാവസ്ഥ മുതലെടുത്ത് ഫ്ളാറ്റ് നിർമ്മാതാക്കൾക്ക് അനുകൂലമായാണ് ഉദ്യോഗസ്ഥർ തീരുമാനമെടുത്തത്. കനത്ത മഴയിൽ പ്രദേശവാസികൾക്ക് അപകടം സംഭവിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ജില്ലാ ഭരണകൂടത്തിനായിരിക്കുമെന്നും കൃത്യമായ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരപോരാട്ടങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്നും BJP ഒല്ലൂർ മണ്ഡലം പ്രസിഡന്റ് അശ്വിൻ വാര്യർ പറഞ്ഞു. NGO അസോസിയേഷൻ ടൗൺ ബ്രാഞ്ച് വാർഷിക സമ്മേളനം തൃശൂരിൽ സംഘടിപ്പിച്ചു. അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി MA ഡെയ്സൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ജീവനക്കാർക്ക് 2024 ജൂലൈ 1 മുതൽ ലഭിക്കേണ്ട 12ാം ശമ്പള പരിഷ്കരണം ലഭ്യമാക്കണമെന്ന് കേരള NGO അസോസിയേഷൻ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ബ്രാഞ്ച് പ്രസിഡന്റ് മൃദുൽ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി V യൂനസ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ TG രഞ്ജിത്ത്, TP ഹനീഷ് കുമാർ, ജില്ലാ ട്രഷറർ ലിജോ M ലാസർ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ പ്രസിഡന്റ് സന്തോഷ് തോമസ് യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ടൗൺ ബ്രാഞ്ചിന്റെ പുതിയ പ്രസിഡന്റായി E മൃദുൽ ചന്ദ്രൻ, സെക്രട്ടറി K കൃഷ്ണദാസ്, ട്രഷറർ K സൂരജ് തുടങ്ങിയവരെ തെരഞ്ഞെടുത്തു. യുവാവിന്റെ ജനനേന്ദ്രിയത്തിൽ കുടുങ്ങിയ മെറ്റൽ സ്പാനറും ഇരുമ്പ് വളയവും വടക്കാഞ്ചേരി അഗ്നിരക്ഷാ സേനയും മെഡിക്കൽ കോളേജ് ഡോക്ടർമാരും ചേർന്ന് നീക്കം ചെയ്തു. 1 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് അത്യാഹിത വിഭാഗത്തിൽ വെച്ച് അതീവ ശ്രദ്ധയോടെ ഈ ദൗത്യം പൂർത്തിയാക്കിയത്. ബുധനാഴ്ച രാത്രിയോടെയാണ് പള്ളിപ്പുറം സ്വദേശിയായ യുവാവിനെ ജനനേന്ദ്രിയത്തിൽ സ്പാനറും വളയവും കുടുങ്ങിയ നിലയിൽ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. മെറ്റൽ സ്പാനറും ഇരുമ്പ് വളയവും കുരുങ്ങിയതുമൂലം മൂത്രം പോകാൻ കഴിയാതെ അതീവ ഗുരുതരമായ അവസ്ഥയിലായിരുന്നു യുവാവ്. ആശുപത്രി അധികൃതർക്ക് ഇവ മാറ്റാൻ കഴിയാതിരുന്നതിനെ തുടർന്ന് ഡോക്ടർ ഷബീൽ വടക്കാഞ്ചേരിയിലെ അഗ്നിരക്ഷാ സേനയുടെ സഹായം തേടുകയായിരുന്നു. വലപ്പാട് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന വൻ ഹാൻസ് ശേഖരം പിടികൂടി. വലപ്പാട് സ്വദേശി വലിയകത്ത് ദിലീപിന്റെ വീട്ടിൽ നിന്നാണ് 40 ചാക്കുകളിലായി സൂക്ഷിച്ചിരുന്ന 600 കിലോ ഹാൻസ് പിടികൂടിയത്. തൃശൂർ എക്സൈസ് ഇന്റലിജൻസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വാടാനപ്പള്ളി റേഞ്ചുമായി ചേർന്നുള്ള പരിശോധനയിലാണ് ഹാൻസ് പിടികൂടിയത്. എക്സൈസ് ഇന്റലിജൻസ് ഇൻസ്പെക്ടർ N സന്തോഷ്, വാടാനപ്പള്ളി റേഞ്ച് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ AS പ്രമോദ്, VM ജബ്ബാർ, PV ബെന്നി, KV ജീസ്മോൻ തുടങ്ങിയവർ ഹാൻസ് പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. തെക്ക് പടിഞ്ഞാറൻ കാലവർഷം 16-ന് കേരളത്തിലെത്തിയേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ നിഗമനം. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ചതോടെയാണ് കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ 18 വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇനി വാണിജ്യം. കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന തൃശൂരിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് സ്റ്റഡീസ് ചിയ്യാരത്തെ പുതിയ ക്യാമ്പസിൽ പ്രവർത്തനം ആരംഭിച്ചു.
കോവളംപാടം റോഡിലെ പുതിയ IHMS ക്യാമ്പസിന്റെ ഉദ്ഘാടനം കോർപ്പറേഷൻ കൗൺസിലർ പത്മിനി ഷാജി നിർവഹിച്ചു. ഹാർട്ട്ഫുൾനെസ് മെഡിറ്റേഷൻ കേരള റീജിയണൽ ഫെസിലിറ്റേറ്റർ KU മോഹൻ, തൃശൂർ ജില്ലാ സോയിൽ കൺസർവേറ്റീവ് ഓഫീസർ താര മനോഹരൻ, ഗരുഡ ഗ്രൂപ്പ് AGM ഫ്രാങ്കോ, കെട്ടിട ഉടമ VV ചന്ദ്രൻ, റാണി എന്നിവർ അതിഥികളായി. ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറും പ്രിൻസിപ്പളുമായ സുധാ ശിവദാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജീവനക്കാർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, ബന്ധുമിത്രാദികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഹോട്ടൽ മാനേജ്മെന്റ് രംഗത്ത് 23 വർഷത്തെ പാരമ്പര്യമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് സ്റ്റഡീസ് കേന്ദ്ര MSME വകുപ്പിന്റെ അംഗീകാരത്തോടെ വൈഗ എഡ്യൂക്കേഷണൽ ട്രസ്റ്റിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ഭാരതീയ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കേഷനോട് കൂടിയ 3 വർഷ BSc കേറ്ററിംഗ് സയൻസ് ആൻഡ് ഹോട്ടൽ മാനേജ്മെന്റ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഹോട്ടൽ മാനേജ്മെന്റ്, ഡിപ്ലോമ ഇൻ ക്രൂയിസ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ്, ഡിപ്ലോമ ഇൻ ഹോട്ടൽ ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് കോഴ്സുകളാണ് ക്യാമ്പസിലുള്ളത്. പരിചയസമ്പന്നരായ ഷെഫുകളാണ് 70% പ്രാക്ടിക്കലോട് കൂടിയ ക്ലാസുകൾ നയിക്കുന്നത്. സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസുകൾ, കേരളത്തിന് പുറത്തുള്ള 5-സ്റ്റാർ ഹോട്ടലുകളിൽ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്, പാർട്ട് ടൈം ജോബ്, പഠനത്തിന് ശേഷം യൂറോപ്പ്, ഗൾഫ്, എയർപോർട്ട്, എയർലൈൻസ്, ക്രൂയിസ് ലൈനുകൾ, സ്റ്റാർ ഹോട്ടലുകൾ എന്നിവിടങ്ങളിൽ ജോലി സാധ്യത എന്നിവയെല്ലാമാണ് IHMS ക്യാമ്പസിന്റെ പ്രത്യേകത. SSLC+2 യോഗ്യതയുള്ളവർക്ക് 100% പ്ലേസ്മെന്റോടുകൂടി കോഴ്സുകൾ തിരഞ്ഞെടുക്കാനുള്ള അവസരവും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് സ്റ്റഡീസ് നൽകുന്നു. ഇനി സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,880 രൂപ, പവന് 1,19,040 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കേരളം ഇനി VD സതീശൻ നയിക്കും. മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. മുഖ്യമന്ത്രി പദം ദൈവനിയോഗമെന്ന് VD സതീശൻ. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശനെ ഹൈക്കമാൻഡ് പരിഗണിച്ചത് ജനവികാരവും ഘടകകക്ഷികളുടെ നിലപാടും. പുതിയ മുഖ്യമന്ത്രിക്ക് നേരിടാൻ വെല്ലുവിളികൾ ഏറെ. VD സതീശനെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്തതോടെ ജില്ലാ വ്യാപകമായി ആഹ്ലാദ പ്രകടനങ്ങൾ. പ്രതീക്ഷിച്ച തീരുമാനമെന്ന് കോൺഗ്രസ് നേതാക്കൾ. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകും. തീരുമാനം CPM സംസ്ഥാന സമിതി യോഗത്തിൽ. SSLC പരീക്ഷാഫലം വെള്ളിയാഴ്ച പ്രഖ്യാപിക്കും. ഹയർ സെക്കൻഡറി പരീക്ഷാഫല പ്രഖ്യാപനം ഈ മാസം 26 മാറ്റി. GST തൃശൂർ ജോയിന്റ് കമ്മീഷണർ AV സുരേഷിനെ NGO യൂണിയൻ പ്രവർത്തകർ മണിക്കൂറുകളോളം ഉപരോധിച്ചു. ജീവനക്കാരെ അന്യായമായി സ്ഥലം മാറ്റിയതിൽ പ്രതിഷേധിച്ചായിരുന്നു ഉപരോധം. അതിരപ്പള്ളിയിലെ വിനോദസഞ്ചാര മേഖലയിൽ പിന്നിട്ട സാമ്പത്തിക വർഷം 2.81 കോടിയുടെ അധിക വരുമാനം. നേട്ടം കൈവരിച്ചത് വന്യമൃഗ ഭീഷണിയും അടിസ്ഥാന സൗകര്യമില്ലായ്മയും തരണം ചെയ്തു. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.